ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രൊജക്റ്റ് ഫ്ലൈഓവർ ടി-ബീം ബ്രിഡ്ജിന്റെ ഒരു ക്രോസ് സെക്ഷൻ മോഡലാണ്. ഡിഫറെന്റ് ടൈപ്സ് ബ്രിഡ്ജുകളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഈസിയാക്കുന്നതിന് വേണ്ടിയാണ് ബ്രിഡ്ജുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ യൂസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രക്ചറിന്റെ ഷേപ്പും അനുസരിച്ച് ബ്രിഡ്ജുകളെ വേർതിരിച്ചിരിക്കുന്നു. ആദ്യമായി കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞങ്ങളുടെ പ്ലൈവുഡിന്റെ ബേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഫൗണ്ടേഷന് വേണ്ടി 3 ചാമ്പറുകൾ പ്രൊവൈഡ് ചെയ്തു. ഈ 3 പില്ലറിന്റെയും 4 കോർണറിലായിട്ട് 4 mm ഇടയിൽ 2 mm ഡയമീറ്ററിലുള്ള റീൻഫോഴ്സ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ലെങ്തിനനുസരിച്ചിട്ടാണ് ഫോം വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ ഞങ്ങൾ കൊടുത്തത് M25 എന്ന റേഷ്യോയിലാണ്. അതിന്റെ ക്യൂറിംഗ് പീരീഡ് 7 ഡേയ്സിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ശേഷം സ്റ്റീൽ ഫ്രെയിം ആണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. M20 റേഷ്യോയിലാണ് ഫില്ലറുകൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഡെക്സ്ലാബിനും ബെയറിംഗ് പ്ലേറ്റിനും M20 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിമെന്റ് റേഷ്യോ. അതിന് രണ്ടിനും 7 ഡേയ്സ് ആണ് നമ്മൾ അനുവദിച്ചിരിക്കുന്നത് ഡ്രോയിങ് പീരീഡ്. കൺസ്ട്രക്ഷന് ശേഷം എല്ലാ പാർട്ടും യോജിപ്പിച്ച് സ്ട്രക്ചറൽ കംപ്ലീറ്റ് ആക്കി. ഇതാണ് ഡെക്സ്ലാബ്. ഡെക്സ്ലാബ് എന്ന് പറഞ്ഞാൽ റോഡും റെയിൽവേയും മുതലായ ഗാരേജറി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ബേസ് സ്ലാബാണ് ഡെക്സ്ലാബ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ബിയറിംഗ് പ്ലേറ്റ്. സൂപ്പർ സ്ട്രക്ചറിൽ നിന്നും സബ് സ്ട്രക്ചറിലേക്കും ഫൗണ്ടേഷനിലേക്കും ലോഡ് എഫക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ബിയറിംഗ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് സബ് സ്ട്രക്ചർ. ബിയറിംഗിന് താഴെ ലോഡ് ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ടും ചെയ്യാനുള്ളതാണ്.